പ്രൈസ് ദി ലോർഡ്. ആമേൻ. യാക്കോബിൻ്റെ ലേഖനത്തിലെ 1-ാം അധ്യായത്തിലെ 7-ാമത്തെ എപ്പിസോഡായിട്ട് ഇത് വരും, ലാസ്റ്റ് എപ്പിസോഡ്. കാരണം വാക്കത്തുള്ള വിഷയം അത് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് ഞാനത് പറയാതെ പറ്റില്ല. സ്തോത്രം. അത് പ്രസംഗിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് ശക്തമായിട്ട് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ നാവിന് ആകയാൽ ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാനിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെ നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥം. നാവിന് കടിഞ്ഞാനിടുക. കടിഞ്ഞാൻ, കുതിരയ്ക്ക് കടിഞ്ഞാനിടുന്ന പോലെ നാവിന് കടിഞ്ഞാനിടുക. ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോടുകൂടി ഉള്ളത് മാത്രം പ്രസ്താവിക്കുക. അല്ലാത്തതൊന്നും ദൈവമക്കൾ പറയരുത്. എനിക്ക് നിങ്ങൾക്കും പറ്റുന്ന വലിയ അബദ്ധങ്ങൾ നമ്മുടെ വാക്കുകളാണ്. യാക്കോബിൻ്റെ ലേഖനം സ്തോത്രം വളരെ ശക്തിയോടെ പഠിച്ചാൽ സ്തോത്രം അതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് വരാം. നാവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മാത്രം അതിലേക്ക് കയറിയത് ഞാൻ. സൗരന്മാരെ അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങൾ അനേകർ ഉപദേഷ്ടക്കന്മാരാകരുത്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാനിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. വാക്കിൽ തെറ്റാതിരുന്നാൽ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കണ്ടില്ലേ യാക്കോബ് പറയുന്നത്? ശരീരത്തെ മുഴുവൻ കടിഞ്ഞാനിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള ഒരു പുരുഷനാകുന്നു. ആരാ? വാക്കിൽ തെറ്റാതിരിക്കുന്നവൻ. എന്നിട്ട് അതിനെക്കുറിച്ചൊരു എക്സാമ്പിൾ പറയുന്നത്, കുതിരയെ അധീനമാക്കുന്നവൻ വായിൽ കടിഞ്ഞാനിട്ട് തൻ്റെ ശരീരത്തെ മുഴുവനും തിരിക്കുന്നുവല്ലോ. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാനിട്ട് അതിനെ തൻ്റെ ശരീരം മുഴുവൻ തിരിക്കും. അതുപോലെ നമ്മുടെ വായിലും കടിഞ്ഞാനിടണമെന്ന് ഇവിടെ പറഞ്ഞു വരുന്നത്. കപ്പൽ എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുങ്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നുവല്ലോ. അങ്ങനെ തന്നെ നാം ഒരു ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാം ഒരു തീ തന്നെ, നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതിയുടെ ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിനെ തീപിടിക്കുകയും ചെയ്യുന്നു. മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഇവയെല്ലാം മനുഷ്യനോടും മരുങ്ങുന്നു, മരുങ്ങിയും ഇരിക്കുന്നു. മരുങ്ങാൻ പറ്റാത്ത ഒരൊറ്റ ജീവിയേ ഉള്ളൂ, മനുഷ്യൻ്റെ നാവ്. അത് മനുഷ്യർക്കാർക്കും മരുക്കാവതല്ല. അത് അടങ്ങാത്ത ദോഷം നിറഞ്ഞത്, അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. നാവൊരു തീ, നാവൊരു ഫയർ, നാവൊരു തീ, നാവൊരു ഫയർ. നാവെന്നുള്ളതൊരു തീയാണ്, നാവെന്നുള്ളതൊരു പോയിസനാണ്. ഇത് രണ്ട് കാര്യങ്ങൾ യാക്കോബ് പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട വിശ്വാസികളും പാസ്റ്റർമാരും പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജി എല്ലാവരും ഇത് കേട്ട് പഠിച്ചോണം. വായി തോന്നുന്നത്, തൊള്ളയിൽ തോന്നുന്ന ഒന്നും വിളിച്ച് പറയരുത്. വായി വരുന്ന വിളിച്ച് പറയരുത്. ജാതി വെറി പറഞ്ഞ് സുഖിച്ച 2 പാസ്റ്റർമാരുടെ ചിത്രം നമ്മൾ കണ്ടതാണ്. യൂട്യൂബിലൂടെ, വാട്സപ്പിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ കിടപ്പുണ്ട് അതൊക്കെ പ്രസംഗങ്ങൾ. ജാതി വെറി പറയുക. അവർക്ക് പറയാൻ അറിയത്തില്ല, എന്ത് പറയണമെന്ന് അറിയത്തില്ല. അതാ പറയണേ, എന്ത് പറയണമെന്ന് അറിയാത്തവൻ എന്തും പറയും, എന്ത് ചെയ്യണമെന്ന് അറിയാത്തവൻ എന്തും ചെയ്യും. അതുകൊണ്ട് വസ്തുനിഷ്ഠമായി ദൈവവചനത്തിലൂടെ എന്ത് പറയണം, എന്ത് ചെയ്യണമെന്ന് പഠിച്ചെടുക്കുക, ഗ്രഹിക്കുക. ദൈവവചനം പഠിക്കുക, വായിച്ചു പഠിക്കുക, വായിച്ച് ഗ്രഹിക്കുക. മൊബൈലിൽ കിടന്ന് മാന്തി ജന്മം പാഴാക്കാതെ ദൈവവചനം വായിച്ച് പഠിക്കുക, വായിച്ച് ധ്യാനിക്കുക, വായിച്ച് ഗ്രഹിക്കുക. എന്താണ് അതിൽ എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിയാൽ തെറ്റിപ്പോകുന്നു. മോശയുടെ തിരുവെഴുത്ത് എന്താണ്, ക്രിസ്തുവിൻ്റെ പ്രമാണമാകുന്ന തിരുവെഴുത്ത് എന്താണെന്ന് നന്നായി വായിച്ച് പഠിക്കുക. രണ്ടും കൂടി ഇട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. 2 പ്രമാണങ്ങളാണ്, 2 വ്യവസ്ഥിതികളാണ്. ഒന്ന് കൊല്ലുന്നത്, മരണത്തിൻ്റെത്, ഇരുട്ടിൻ്റെത്. മറ്റത് ആത്മാവും ജീവനുമാണ്. ജീവിപ്പിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ വചനങ്ങൾ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ മന്നയായിട്ട് ദൈവവചനത്തെ പഠിപ്പിക്കുന്നു. അതിൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വരിക. നമുക്ക് എന്താണെന്ന് നോക്കാം. മുമ്പ് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്, സ്തോത്രം, പല പ്രാവശ്യം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. ഹല്ലേലൂയ.
നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, അവർക്ക് തിന്നുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശുവിനോട് ആമീൻ ആമീൻ ഞാനോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവ് അത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാലപ്പം നിങ്ങൾക്ക് തന്നത്. ദൈവത്തിൻ്റെ അപ്പമോ, അത് യേശുക്രിസ്തു പറഞ്ഞ വചനത്തെക്കുറിച്ച് പറയുക, ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, കർത്താവേ, ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശയ്ക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കയില്ല. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഇനി അടുത്ത എല്ലാ ഭാവം വായിക്കാൻ സമയമില്ല. യോഹന്നാൻ സുവിശേഷം 6:46 മുതൽ, പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നല്ല, ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. ആമീൻ ആമീൻ ഞാനോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ട് മരിച്ചുവല്ലോ. ഇതാ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പം ഞാനാകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവൻ്റെ അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. അത് വചനത്തെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ ഞാൻ അവനിലും വസിക്കും, ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ഒന്നുകൂടി വായിക്കാം. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മുഖാന്തരം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പം ഞാനാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെ അല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ഇത് പറഞ്ഞപ്പോൾ 5 അപ്പത്തെ നുറുക്കി തിന്ന് ഭക്ഷിച്ച് രണ്ടാമത് കിട്ടുമെന്ന് വന്ന ശിഷ്യഗണങ്ങളോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് അത്രേ എന്നെ അന്വേഷിക്കുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനോട് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് പ്രവർത്തിപ്പിൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരുമെന്ന് കർത്താവരോട് പറഞ്ഞു. എന്താണ് ആ അപ്പം? എന്താണ് ആ വിഷയം? യേശു അവരോട് ഇതിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ പലരും അത് കേട്ട് ഇത് കഠിനവാക്കെന്ന് പറഞ്ഞു. ഇതാൾക്ക് കേൾപ്പാൻ കഴിയുമെന്ന് പറഞ്ഞ് ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുപിറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞ് അവരോട്, ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നുവോ? മനുഷ്യപുത്രൻ മുമ്പ് ഇരുന്നിടത്തേക്ക് പോകുന്നത് നിങ്ങൾ കണ്ടാലോ? അടുത്ത് ഭർത്താവ് പറയുന്ന വചനമാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. കർത്താവ് പറഞ്ഞ വചനത്തിലാണ് ആത്മാവുള്ളത്, ജീവനുള്ളത്. ആ വചനങ്ങളാണ് നമ്മൾ കേട്ട് പഠിക്കേണ്ടത്. മോശയുടെ വചനം കൊല്ലുന്നതാണ്, മരണത്തിൻ്റെതാണ്, ഇരുട്ടിൻ്റെതാണ്. സ്തോത്രം. അത് 2 കൊരിന്ത്യർ നന്നായിട്ട് വായിച്ചു പഠിച്ചു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു, അവൻ ഞങ്ങളെ പുതുനിയമത്തിൻ്റെ പ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാരാക്കി, ഏബിൾ മിനിസ്റ്റേഴ്സ്. മനസ്സിലായി? പുതിയ നിയമം പ്രസംഗിച്ച സഭയെ നടത്തണം. പുതിയ നിയമം ഈ നിയമത്തിൽ തന്നെ ഉണ്ടെന്ന് ഇന്നത്തെ പൊട്ടന്മാർക്ക് ഇത് മനസ്സിലാക്കാത്തതിന് നമ്മൾ എന്ത് ചെയ്യാനാണ്? പഴയ നിയമം, പുതിയ നിയമം. പഴയ നിയമം ആർക്കാ? ഇസ്രായേൽ മക്കൾക്കാർക്കാണ്. ഏത് പൊട്ടനാ അറിഞ്ഞൂടാത്തെ? പുതിയ നിയമമോ? അത് പുതിയ നിയമസഭയ്ക്ക്. ആ വചനങ്ങൾ നമുക്ക് വേണ്ടേ? ബുദ്ധിപദേശമായിട്ട് എടുക്കാതിന്ന് ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ. എബ്രായ ലേഖനം 10:1, ന്യായപ്രമാണം വരുവാനുള്ള നന്മയുടെ നിഴലില്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായിക കൊണ്ട്. അത് നിഴലാണ്, ഇത് പൊരുളാണ്. ഞാൻ എൻ്റെ റൂമിലിരിക്കുമ്പോൾ ട്യൂബ് ലൈറ്റിനെതിരെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ലൈറ്റ് മുതലിൽ ചുമരിലടിക്കും. അപ്പം ആരെങ്കിലും വന്നിട്ട് പറയുക, പാസ്റ്റർ ആ ചുമരിലിരിക്കുകയാണ്. പാസ്റ്റർ ചുമരിലല്ലേ ഇരിക്കുക, പാസ്റ്റർ ചുമരിൻ്റെ നിഴലാത്. പാസ്റ്റർ ഇവിടെ വേറെ ഇരിക്കുക, നിഴലിൽ കിടന്ന് തപ്പുക. സ്ത്രീയുടെ സന്തതി വരുന്നവരെ മാത്രമേ ഉള്ളൂ ന്യായപ്രമാണം. ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലവനായി ഭവിച്ചു ന്യായപ്രമാണം. ഹല്ലേലൂയ. ഒരു കുഞ്ഞിനെ വളർത്തി ശിശുപാലകനായിട്ട് വളർത്തുക. ഇപ്പം ഞങ്ങളൊരു കൊച്ചിനെ വളർത്തുക, 5 വയസ്സായി, ഞാൻ കൊണ്ടുവിടണം, ഞാൻ കൊണ്ടുവരും. അല്ലെങ്കിൽ അമ്മ ആരെങ്കിലും കൊണ്ടുപോകും, കൊണ്ടുപോയി ചെയ്യും.
അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കാൻ നേരത്തെ ഞാൻ കൊണ്ടുവിടണോ? ചോറ് കെട്ടി ബാഗ് റെഡിയാക്കി അവനെടുത്ത് പൊക്കോളൂന്നേ. പിന്നെ അവനെ പിന്നെ കൊണ്ടുവിടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുവിടുന്ന കുറേ കുട്ടികളുണ്ട്. നല്ലൊരു പോയിൻ്റാണ് അത്, ശരിയാ. ഈ വികലാംഗർക്ക് വേണ്ടി ഒരു കൊച്ചുണ്ട്. ആ വണ്ടി കാണുമ്പോൾ ഹൃദയത്തിൽ നോവാണ്. ദൈവമേ, നമ്മുടെ കുഞ്ഞാണോ? നമ്മുടെ കുഞ്ഞാണെങ്കിൽ നമ്മൾ എത്രത്തോളം വ്യാധിനിക്കും. 10ഉം 15ഉം വയസ്സായ കുട്ടികളെ വാഹനത്തിൽ കൊണ്ടുവന്ന് ആ മെയിൻ റോഡിൽ കൊണ്ടുവന്ന് ആ വാഹനം വരുമ്പോൾ കയറ്റി വിട്ടിട്ടാണ് അപ്പനമ്മമാർ പോരുന്നത്. എത്ര ദുഃഖകരമാണത്! പെന്തോക്കോ സമൂഹമേ, രക്ഷിക്കപ്പെട്ടിട്ട് എത്ര വർഷങ്ങളായി. ഇന്നും ഒരു പാസ്റ്റർ പ്രാർത്ഥിച്ചാലേ നിനക്ക് സൗഖ്യം കിട്ടത്തുള്ളൂ എങ്കിൽ, ഒരു പാസ്റ്റർ പ്രാർത്ഥിച്ചാലേ നിൻ്റെ അടുത്ത് വിഷയത്തിന് വിടുതലുണ്ടെങ്കിൽ, നീ ആ കുഞ്ഞിനെ പോലെ ഒന്നാ. നിന്നെ വണ്ടി കയറ്റി വിടണം, വണ്ടിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരണം. ഇല്ല, ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ക്രിസ്തുവിൻ്റെ ഉപദേശം പഠിച്ച് വളർച്ച പ്രാപിച്ചാൽ നീ അനുഗ്രഹീതനായ ഒരു ദൈവവൈതലാണ്. സ്തോത്രം. ഞാൻ ആ വിഷയം തെളിയിക്കാനായിട്ടൊരു ഭാഗത്തേക്ക് വരാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ലിങ്ക് ചെയ്തിങ്ങനെ വിഷയങ്ങൾ കിടക്കുന്നുണ്ട്, നമ്മൾ അത് പഠിച്ചു പോകുന്നത് നല്ലതാണ്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം എടുക്കുക. ഇതെല്ലാവരും ഗ്രഹിച്ചു കൊള്ളണമേ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുക. സാധാരണ എല്ലാവരും പറയുന്ന പോലെ അല്ല നമ്മൾ പറയുന്നത്. കാതലായ വിഷയങ്ങളാണ്, കാതലായ വിഷയങ്ങളാണ് നമ്മൾ പറയുന്നത്. ഈ കാതലായ വിഷയങ്ങൾ നിങ്ങൾ കേട്ടനുസരിച്ച് ജീവിച്ചാലേ നിങ്ങൾക്ക് പുഴുക്കുത്ത് വരാതിരിക്കത്തുള്ളൂ. എനിക്കൊരു ചെറിയൊരു മേശയുണ്ട്. അതിൻ്റെ ഒരു തലയെടുത്തൊരു ഡോറിൻ്റെ പലക കഷ്ണം വെച്ച് ഞാൻ സെറ്റ് കൂട്ടി ഒരുക്കി റെഡിയാക്കിയൊക്കെ എടുത്തിരിക്കുക. ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്തെടുത്തതാണ്. അല്പം ആശാരിപ്പണിയൊക്കെ നമ്മൾ ചെയ്യും. പക്ഷേ മരം നല്ലാത്തത് കൊണ്ട് കടുക് പോലെ അതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. മേശയുടെ ഒരു തട്ടുഭാഗത്ത് എന്തെങ്കിലും പുസ്തകം വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ നേരത്ത് കടുക് കിടക്കുന്ന പോലെ കിടക്കും. കാരണം എന്താ? പുഴുക്കുത്ത് കൊണ്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. എഫ്രൈമിന് പുഴുക്കുത്ത് പിടിച്ച പോലെ ഇന്നത്തെ പെന്തക്കോ സമൂഹത്തിന് പുഴുക്കുത്ത് പിടിച്ച് കിടക്കുക. ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്കാർക്കും പുഴുക്കുത്ത് പിടിക്കരുത്. കാതലായ ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങൾ കേട്ടനുസരിച്ച് ജീവിച്ച് കാതലായ ക്രിസ്തു ജീവിതം നയിച്ചോണം. അല്ലെങ്കിൽ പുഴുകുത്തും. ഈ ലോകത്തിലെ പുഴു നിന്നെ കുത്തും. ഈ ലോകത്തിൻ്റെ സാത്താൻ്റെ ശക്തികൾ നിന്നെ തകർത്ത് കളയും. ഈ ജീവന്റെ വചനം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു പിശാചി നിന്നെ തൊടുകയില്ല. ക്രിസ്തു, അതുകൊണ്ടാണ് പൗലോസ് ക്രിസ്തുവിൻ്റെ വചനം സകല ജ്ഞാനത്തോടുകൂടി ഐശ്വര്യമായി നിങ്ങളിൽ വസിക്കട്ടെ. ഈ വചനം വസിച്ചാൽ ഏത് പിശാചാ കുത്തുന്നേ? കുത്തത്തില്ല. 1-2 പ്രാവശ്യം കുത്തി നോക്കും, അവസാനം തലം വിടും. അതുകൊണ്ട് ഈ പറയുന്ന മർമ്മം ഒന്ന് മനസ്സിലാക്കിക്കൊള്ളണമേ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ഞാൻ യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് മടങ്ങി വരാം. അങ്ങനെ തന്നെ നാവും ചെറിയൊരു അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. നമ്മുടെ നാവ് വമ്പ് പറയാൻ വിട്ടുകൊടുക്കരുത്, പോഷ് പറയാൻ വിട്ടുകൊടുക്കരുത്, അവിഹിതമായ വാക്കുകൾ ഉച്ചരിപ്പാൻ വിട്ടുകൊടുക്കരുത്. സത്യം മാത്രം പറയാൻ നമ്മുടെ നാവിനിടയാകണം. അസത്യം പറഞ്ഞാൽ ആ നാവിനെ പിശാചെടുത്ത് ഉപയോഗിക്കാൻ ഇടയായിത്തീരും. മനസ്സിലായോ? അങ്ങനെ തന്നെ നാവ് ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. സദാം ഹുസൈൻ ഒരു ദിവസം പറഞ്ഞു, ഇങ്ങനെ എന്തോ പറഞ്ഞത്, കുവൈറ്റ് കിങ്ങിനോട് പറഞ്ഞെന്താ പറയണേ? ഹല്ലേലൂയ. എണ്ണയുടെ വിഷയത്തിൽ അവർ തമ്മിൽ തർക്കമുണ്ടായി. കുവൈറ്റ് പറഞ്ഞു, ഞങ്ങളുടെ എണ്ണ നിങ്ങൾ എടുക്കരുത്. സദാമിനോട് പറഞ്ഞു. സദാം പറഞ്ഞു, ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞു. ആ കൽബെന്നാ, അതായത് കൽബന്തിൻ്റെ അർത്ഥം പട്ടിയാണ്. കൽബ്, പട്ടി എന്നതിൻ്റെ അർത്ഥം അത്. അങ്ങനെ പറഞ്ഞ് പുള്ളി സംസാരിച്ചു. അവസാനം കുവൈറ്റുകാർക്ക് വലിയ പ്രശ്നമായി. യുദ്ധം പ്രഖ്യാപിച്ചു. അല്ല, സദാമിനെയാണ് കൽബെന്ന് വിളിച്ചത്. സോറി, ക്ഷമിക്കണേ. കുവൈറ്റ് കിങ് സദാമിനെ കൽബെന്ന് വിളിച്ചു. 25 വർഷം മുമ്പുള്ള വിഷയങ്ങളാണ് ഹൃദയത്തിൽ ഓർമ്മ വന്ന് ചെകഞ്ഞെടുത്ത് ഞാൻ പറയുക. കുവൈറ്റ് വാറുണ്ടാകാനുള്ള പ്രശ്നം അതാ. എണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നു. എൻ്റെ ബൗണ്ടറിയിലാണ് അത് തർക്കം. കുവൈറ്റ് പറഞ്ഞ് ഞങ്ങളുടെ ബൗണ്ടറിയിലുള്ള എണ്ണയാണ്. സദാം പറഞ്ഞില്ല, ഞങ്ങളുടെ ബൗണ്ടറിയിലാണ്. വഴക്കായി, വാക്കായി, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയായി, തുപ്പലായി, ബഹളമായി. അവർക്ക് ദേഷ്യം വന്നാൽ തുപ്പ് കാണല്ലോ അവരുടെ പണി. സ്തോത്രം. അവസാനം കുവൈറ്റ് കിങ് സദാമിനെ കൽബെന്ന് വിളിച്ചെന്നാണ് കേൾവിപ്പെട്ടതാ. അന്ന് ആ സമയത്ത് ഞങ്ങൾ സൗദി അറേബ്യയിലുണ്ട്.
എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, 2-3 ദിവസം കഴിഞ്ഞപ്പോൾ സദാമിൻ്റെ പട്ടാളം എല്ലാം കുവൈറ്റിൻ്റെ ഉള്ളിൽ കയറി, എല്ലാം വന്ന് കയറിയിരിക്കുക. കുവൈറ്റ് പിടിച്ചടക്കി. പിന്നെ അമേരിക്ക ഡെഡ് ലൈൻ കൊടുത്ത് പോകണം, വിട്ടുപോകണം എന്ന് പറഞ്ഞ് ഡെഡ് ലൈൻ കൊടുത്ത് കേട്ടില്ല. അങ്ങനെയാണ് കുവൈറ്റ് സദാമിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്. കുവൈറ്റിൽ നിന്നുകൊണ്ട് അമേരിക്കൻ പട്ടാളം. കഥകൾ പോലെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ടത്. നടന്ന സംഭവങ്ങളാണ്. സദാമിനോട് കുവൈറ്റ് കിങ്ങിൻ്റെ ഒരു വാക്ക് സദാമിനെ ചൊടിപ്പിച്ചു. നിങ്ങളുടെ വാക്ക് കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിനെ. ഒരു തമിഴിനോട് പറയുന്ന ഉത്തരം തമിഴിനോട്, ഒരു മലയാളിയോട് പറയേണ്ട ഉത്തരം മലയാളിയോട്, ഒരു IT ഫീൽഡിലുള്ള കുഞ്ഞിനോട്, ഒരു മകളോട് പറയേണ്ട ഉത്തരം അത്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഒരു കുഞ്ഞിനോട് പറയേണ്ട വർത്തമാനങ്ങൾ അതിനോട്. അങ്ങനെ ഓരോരുത്തരോടും അതിൻ്റേതായ പരിജ്ഞാനത്തോടും വിവേകത്തോടും ദൈവകൃപയോടും കൂടി നമ്മൾ പറഞ്ഞില്ലെങ്കിൽ തിരിച്ചടികൾ നമുക്ക് കിട്ടും. ഹല്ലേലൂയ. നാവ് എന്താ കാര്യം? ഒരു തീയാണ്. നാവ് എന്താ കാര്യം? ഒരു വിഷമാണ്. മൃഗം, പക്ഷിയുടെ ജാതി, ജലജന്തു ഇവക ഒക്കെയും മനുഷ്യജാതിയോടാണ് മരുങ്ങിയിരിക്കുന്നു. എന്നാൽ നാവിനെ മനുഷ്യർക്ക് ആർക്കും മരുക്കാവതല്ല. അത് മാരകമായ വിഷം നിറഞ്ഞത്. ഹല്ലേലൂയ. ഈ വിഷക്കുപ്പിയും കൊണ്ടാണ് നടക്കണമെന്ന് ഓർത്തോണം. വലിയ സമൂഹത്തെ കത്തിച്ച് കളയാനുള്ള ഒരു തീക്കുണ്ടമായിട്ടാണ് നമ്മൾ നടക്കുന്നതെന്ന് മനസ്സിലായിക്കോണം. നാം ഒരു തീയാണ്, നാം ഒരു വിഷമാണ്, നാം ഒരു ഫയറാണ്, നാം ഒരു പോയിസനാണ്. ഈ പോയിസൺ ജനസമുദ്രത്തിലേക്ക് വീണാൽ ആ ജനം മുഴുവൻ വയലൻ്റ് ആകും. നാവിൽ നിന്ന് വരുന്ന ദൈവഹിതമല്ലാത്ത വാക്കുകൾ ഒരു സമൂഹത്തിന് നേരെ പ്രയോഗിച്ചാൽ അതൊരു തീ പോലെ കത്തും. അവർ നിന്നെ ചുട്ടുകളയും. പിന്നെ സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കുക, വചനം പ്രസംഗിക്കുന്നവർ ശ്രദ്ധിക്കുക, പബ്ലിക്കിൽ പോയി പ്രസംഗിക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വാക്ക് കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം. അവരെന്നെ നേടാനുള്ള ശുശ്രൂഷകളായിരിക്കണം, അവരെ പൊളിച്ചു കളയാനല്ല. ഒരു പാസ്റ്ററോട് പറയേണ്ടതേ പാസ്റ്ററോട് പറയാവുള്ളൂ, ഒരു വിശ്വാസിയോട് പറയേണ്ടതേ വിശ്വാസിയോട് പറയാവുള്ളൂ. മറിച്ചായാൽ അത് ദോഷമാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്തെല്ലാം കാര്യങ്ങളാണ് യാക്കോബ് പഠിപ്പിക്കുന്നത്. മൃഗം, പക്ഷിയുടെ ജാതി, ജലജന്തു ഇവയെല്ലാം മനുഷ്യജാതിയോട് മരുങ്ങുന്നു. റോമാലേഖനത്തിൽ ഒരു പ്രയോഗം എൻ്റെ ഉള്ളിലോട്ട് കടന്നു വരിക. എന്താണ് നമുക്ക് നോക്കാം. മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവിടെ രൂപസാദൃശ്യമാക്കി മാറ്റി. ആരെ? ദൈവത്തെ. തങ്ങളുടെ നിരൂപണങ്ങളിൽ സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം ആലോചന പ്രകാരം, ദൈവഹിതം ആരായാതെ തങ്ങൾക്ക് ബോധിച്ചതുപോലെ പറയുകയും ബോധിച്ചതുപോലെ പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വന്നു. അവിടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവിടെ സാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. ഇവിടെ എന്താ യാക്കോബ് പറയുന്നത്? ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. മൃഗം, പക്ഷിയുടെ ജാതി, ജലജന്തു ഇവയെല്ലാം മനുഷ്യജാതിയോട് മരുങ്ങിയിരിക്കുന്നു. രണ്ടും വേറെ സബ്ജക്റ്റാണ്. ഈ 4 വിഷയങ്ങൾ വന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഓർമ്മ പെട്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. ഞാൻ അതിലേക്ക് പിന്നീട് സമയം വരുന്നുണ്ട്. അപ്പോൾ മൃഗം, പക്ഷിയുടെ ജാതി, ജലജന്തു ഇവയെല്ലാം മനുഷ്യജാതിയോട് മരുങ്ങിയിരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്കാർക്കും മരുക്കാവതില്ല. അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യനെ ശപിക്കുന്നു. ഒരു വായിൽ തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സൗരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുള്ള വെള്ളവും പുറപ്പെട്ടു വരുമോ? സൗരന്മാരെ, അത്തിവൃക്ഷം ഒലിവ് പഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പുറവിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയുമില്ല. എന്നിട്ട് പറയുന്നത്, നിങ്ങളിൽ ജ്ഞാനി വിവേകമായവനാർ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. ജ്ഞാനലക്ഷണം സൗമ്യത. വഴക്കുണ്ടാക്കുന്നത് സൗമ്യതയല്ല.
ഞാനും മിണ്ടാതിരിക്കും, ശാന്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ എന്നോട് വഴക്കുണ്ടാക്കാൻ പോകുന്നവരോട് ഞാൻ വഴക്കുണ്ടാക്കാൻ പോകുന്നില്ല. അത്യാവശ്യം കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോരുക ചെയ്യുന്നത്. ഒരു വഴക്കിന് ഞാൻ പോകുന്നില്ല. വഴക്ക് പുതിയ നിയമസഭയ്ക്കില്ല. തർക്കങ്ങൾ പുതിയ നിയമസഭയ്ക്കില്ല. വഴക്കും കോടതിയും കേസുമായിട്ട് നടക്കുന്ന പെന്തോക്കോസുകാരെ ഓർത്തോ, കൈവിടപ്പെട്ടു പോയവരുടെ കൂട്ടത്തിൽ ഈ വക ചെയ്താൽ നമ്മളായിത്തീരും. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്നാണ് പൗലോസ് 1 കൊരിന്ത്യർ 6 പഠിപ്പിച്ചത്. കോടതി കയറ്റം, വഴക്ക്, വക്കാണം, സഹോദരനെതിരെ കേസ് ഫയൽ ചെയ്യുക, സഹോദരനെ കുഴിയിൽ ചാടിക്കുക, സഹോദരനെ അന്യായമായി തുറങ്കലിലടയ്ക്കുക, ഇതെല്ലാം പാപമാണ്. നമ്മൾ ആരും ഇത് ചെയ്യരുത്. വചന വെളിപ്പാട് കിട്ടിയ ക്രൈസ്തവ സമൂഹം ഇത് ചെയ്യരുത്. രാഷ്ട്രീയക്കാരത് ചെയ്തോട്ടെ, അവരുടെ പ്രവൃത്തി അതാണ്. അവരാരും ദൈവത്തെ കണ്ടവരല്ല, ദൈവത്തിൻ്റെ പ്രമാണം അറിഞ്ഞവരല്ല. അതുകൊണ്ട് അവരത് ചെയ്യട്ടെ. നമ്മളത് ചെയ്യരുത്, ചെയ്യരുത്, ചെയ്യരുത്. ഹല്ലേലൂയ. നിങ്ങളിൽ ജ്ഞാനിയും വിവേകമായവനാർ ജ്ഞാനലക്ഷണമായ സൗമ്യത. ജ്ഞാനത്തിൻ്റെ ലക്ഷണം സൗമ്യതയാണ്. സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നാൽ ഒരുത്തൻ തൻ്റെ ഹൃദയത്തിൽ കൈപ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും പോഷ് പറയുകയും വരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികമായതത്രേ. ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകലവിധ ദുഷ്പ്രവൃത്തിയുമുണ്ട്. ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമോ 1 നിർമ്മലം, 2 സമാധാനം, 3 ശാന്തത, 4 അനുസരണം, 5 കരുണ, 6 സൽഫലം, 7 പക്ഷപാതമില്ലാത്തതും, 8 കപടമില്ലാത്തതുമാകുന്നു. ഇതാണ് ഉയരത്തിലെ ജ്ഞാനത്തിൻ്റെ പ്രത്യേകത. ആത്മീക ജ്ഞാനത്തിൻ്റെ പ്രത്യേകത, ദൈവികമായ ജ്ഞാനത്തിൻ്റെ പ്രത്യേകത എന്താ? നിർമ്മലമാണ്, സമാധാനമാണ്, ശാന്തതയാണ്, അനുസരണമുള്ളതാണ്, കരുണയുള്ളതാണ്, തൽഫലം നിറഞ്ഞതാണ്, പക്ഷപാതമില്ലാത്തതാണ്, കപടമില്ലാത്തതാണ്. സൽഫലം, മറ്റുള്ളവർക്ക് ഫലം ചെയ്യുന്ന. നാവിനെക്കുറിച്ച് യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം എല്ലാ പെന്തക്കോസ്തുകാരും വായിച്ച് പഠിച്ചോളണമേ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. നമ്മൾ കൺക്ലൂഷനിലേക്ക് വരികയാണ്. യാക്കോബിൻ്റെ ലേഖനം അടുത്ത് പറയുന്നത്, നിങ്ങളൊരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെ നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. അടുത്ത വാക്യം, 27 ലാസ്റ്റ് വാക്യം. പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. ശ്രദ്ധിച്ച്, എത്ര മനോഹരമായ നിലയിലാണ് യാക്കോബ് അധ്യായം കൺക്ലൂഷൻ ചെയ്യുന്നത്. ശുദ്ധവും നിർമ്മലവുമായ ഭക്തി. അറുത്ത കൈക്ക് ഉപ്പ് വയ്ക്കാത്തതല്ല ഭക്തി. ഒരുത്തൻ കഷ്ടപ്പാടിലാണെന്ന് കാണുമ്പോൾ കഷ്ടപ്പാടുകൾക്ക് ഏറ്റ നിലയിൽ അവനോട് ഇടപെടുന്നതാണ് ഭക്തി. ഒരു കൈത്താങ്ങൽ കൊടുക്കുന്നതാണ് ഭക്തി. അത് കണ്ടിട്ട് കണ്ണടച്ചിരിക്കുകയല്ല. കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദാരിദ്ര്യവും പ്രയാസവും ഉള്ള സഹോദരന്മാരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കണ്ടിട്ട് ഒന്ന് സഹായിക്കാൻ കഴിയാതെ ആവശ്യത്തിലധികം കാശുള്ളത് ദൂർത്തടിക്കുന്നത് ഭക്തിയല്ല, അത് അഭക്തിയാണ്. ഞാൻ അനേകരെ പഠിച്ചുകൊണ്ടിരിക്കുക. വാരിക്കോരി കാശ് കൊണ്ടുവന്ന് കളഞ്ഞാലും കഷ്ടത അനുഭവിക്കുന്നവന് ഒരു 5 പൈസ കൊടുക്കാൻ അവരുടെ കയ്യിലില്ല. അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ പലരും പറ്റിച്ചു. ആരെയാ പറ്റിക്കാത്തത്? എനിക്ക് എത്രത്തോളം കാശ് എത്രയോ പേര് വാങ്ങിച്ചിട്ട് എനിക്ക് തരാതിരിക്കുന്നുണ്ട്. ഞാൻ അവരോട് വഴക്കിന് പോകുന്നില്ല, അതോർത്ത് പിറുപിറുക്കുന്നില്ല, അതൊക്കെ വിട്ടുകളഞ്ഞു. അവർക്ക് തരാൻ മനസ്സുണ്ടെങ്കിൽ തരട്ടെ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്യട്ടെ. അവരുടെ പിണക്കില്ല. അവരെ വഴി വെച്ച് കാണുമ്പോൾ മുഖം തിരിഞ്ഞ് പോകത്തില്ല. ആയി സഹോദര, എന്തുകൊണ്ട് വിശേഷം ഒന്ന് ചോദിക്കാനുള്ള ഒരു ആത്മീയ നിലവാരം കൃപയാൽ എനിക്കുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആരെങ്കിലും പൈസ മേടിച്ച് തന്നില്ലെങ്കിൽ അവനെ പിന്നെ ശത്രുവിനെ പോലെ കാണുന്നത് അത് ആത്മീകമല്ലാതെ ജഡീകന്റെ ലക്ഷണമാണ്. എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വരികയാണ്.
എന്താണ് ആ വാക്യം? ഒന്ന് ശ്രദ്ധിച്ചേ. എബ്രായർ 10:34 വാക്യം, തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ചു. ആരെങ്കിലും കാശ് വാങ്ങി തന്നില്ലെങ്കിൽ നിനക്ക് സ്വത്തുള്ളത് ഇവിടെയല്ല, അത് സ്വർഗത്തിലാണ്. ഇപ്പോഴും കയ്യിലുള്ളതോ അത് അനീതിയുള്ള മാമോനാ. നിന്റെ ചീട്ട് കീറും അവൻ. ഹല്ലേലൂയ. ഭൗതികത്തിൽ അഹങ്കരിക്കുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. 10 ചക്രമുണ്ടെങ്കിൽ താഴെ കിടക്കുന്നവനോട് രാജാവിനെ പോലെ സംസാരിക്കുന്ന രീതികൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് അവരോട് പിണക്കില്ല. അവർക്ക് ദൈവം പരിജ്ഞാനം കൊടുക്കട്ടെ, വിവേകം കൊടുക്കട്ടെ, സുബോധം കൊടുക്കട്ടെ. അവരെന്താണ് പറയുന്നതെന്ന് അവരറിയാൽ അവരോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ പറയുക. ആശ കൂടുമ്പോൾ നമുക്ക് വാക്കുകൾക്കൊക്കെ മൂർച്ച കൂടും. നമ്മളെന്തോ ആണെന്നൊരു സംഭവം ഉണ്ടാവും. നമ്മളൊരു സംഭവമല്ല, നമ്മൾ തീക്കായി സൂക്ഷിച്ചിരിക്കുക. യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട ദൈവരാജ്യത്തേക്ക് പോകാം. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന ഈ ഭാഗം ശ്രദ്ധിക്ക്. പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവിടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നത്. അനാഥരായിട്ട് വിധവമാരുണ്ടെങ്കിൽ അവിടെ ചെന്ന് കാണുകയും അവർക്കൊരു കൈത്താങ് കൊടുക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ നിന്റെ ഭക്തി വട്ടപൂജ്യമാണ്. കുറെ പാട്ട് പാടി കൂട്ടിയാലൊന്നും ഭക്തിയാകത്തില്ല. പാട്ട് ജഡീകന്മാരുടെ ലക്ഷണമാണ്. ആത്മീകൻ ആത്മാവിൽ പാട്ട് പാടും, ആത്മാവിൽ സന്തോഷിക്കും, ആത്മാവിൽ നൃത്തം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. മറ്റുള്ളവരുടെ ദയ കാണിക്കുന്നതാണ് ഭക്തി. യാക്കോബിന്റെ ലേഖനത്തിൽ അതുണ്ട് പ്രിയമുള്ളവരെ. സ്തോത്രം. 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ സഹോദരന്മാരെ, ഒരുത്തന് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? അവിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നനും അഹോവൃത്തിക്ക് വകയില്ലാത്തവനുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവനോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പെടുകയും ചെയ്യുവിനെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? അങ്ങനെ വിശ്വാസവും പ്രവൃത്തിയില്ലാതാകിയാൽ സ്വതവേ ചത്തതാകുന്നു, നിർജീവമാകുന്നു. 1 ജോൺ 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതേ വിഷയം തന്നെ അവിടെ പറയുന്നു. 1 ജോൺ 3:16. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹമെന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. എന്നാൽ ഈ ലോകത്തിൽ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സിലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? കുഞ്ഞുങ്ങളെ, നാം വാക്കിലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. മനസ്സിലായോ? ഞാൻ എൻ്റെ വാക്കുകളെ പരിമിതപ്പെടുത്തട്ടെ. എന്നിട്ട് പറയുന്ന ഭാഗം എന്താ? പിതാവിൻ്റെ സന്നിധിയിൽ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവിടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെ കാത്തുകൊള്ളുന്നതാകുന്നു. ലോകത്താലുള്ള കളങ്കം നമ്മളിൽ പറ്റരുത്. ലോകത്തിൻ്റെ അശുദ്ധി നമ്മളിൽ സംഭവിക്കരുത്. വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ലോകത്തിൻ്റെ സ്നേഹിതനാവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായി മാറുന്നു. ആത്മീയ വ്യഭിചാരിയായിട്ട് തീരും ലോകസ്നേഹമുണ്ടെങ്കിൽ. മണവാളനാകുന്ന ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഈ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ ആ മണവാളനെതിരെ പോകുന്നവരാണ്. അവർ ആത്മീക വ്യഭിചാരം ചെയ്യുന്നവരായിട്ട് വരും വചനപ്രകാരം. ഹല്ലേലൂയ. നമുക്കാർക്കും ആ ഗതികെട്ട അവസ്ഥ ഉണ്ടാകരുത്. നമുക്ക് പണമുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി അത് ഉപകരിക്കത്തക്ക നിലയിൽ നമ്മൾ ചിലവഴിക്കണം. അതിന് യോഗ്യന്മാരായിട്ടുള്ളവർക്ക് കൊടുക്കണം. ഹല്ലേലൂയ.
അത് ദൈവത്തിന് പ്രസാദമാണെന്നാണ് വചനം പഠിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ലോകത്താലുള്ള കളങ്കം നമ്മളിൽ പറ്റരുത്. ഈ ലോകത്തിന് അൻപരാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവത്തിനെ തിരിച്ചറിയേണ്ടതിന് മനസ്സുമതിക്ക് രൂപാന്തരപ്പെടുക. നിങ്ങൾ ലോകക്കാരായിരിക്കാതെ വണ്ണം ഞാൻ ലോകത്തിൽ നിങ്ങളെ തിരഞ്ഞെടുത്തു. ലോകക്കാരെ ജീവിപ്പിക്കാൻ, ലോകക്കാരെ പോലെ ജീവിക്കാനല്ല, ലോകക്കാരെ പോലെ ജീവിക്കാതിരിക്കാനാണ് തിരഞ്ഞെടുത്തത്. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം. ലോകത്തിൻ്റെ സ്നേഹിതനായാൽ ദൈവത്തിൻ്റെ ശത്രുവായി മാറുന്നു. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. അനേകർ ദേമാസിൻ്റെ കൂട്ടുകാരാണ്, പാസ്റ്റർമാരും വിശ്വാസികളും. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. അതുകൊണ്ടാണ് ലോകത്തിൽ ഞാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തത്. ലോകക്കാരായിരിക്കാതെ വണ്ണം ജീവിക്കാനാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെ കൂത്തു. ലോകത്തിൻ്റെ അശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ലോകത്തിലുള്ള അശുദ്ധി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. കൊരിന്ത്യർ ലേഖനം 2-ാം ലേഖനം 6-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതുകൊണ്ട് വായിച്ച് ഞാൻ കൺക്ലൂഷൻ ചെയ്യുക. നിങ്ങൾ അവിശ്വാസികളുടെ ഇണയില്ലാപ്പട കൂടരുത്. നീതിക്ക് അധർമ്മത്തിനും എന്ത് ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും എന്ത് തമ്മിൽ പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്തോ. ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത, നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ ഇടയിൽ നടുവിൽ നിന്ന് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു, അശുദ്ധി ഭവിക്കാതെ തന്നെ കാത്തുകൊള്ളുക, നിഷ്കളങ്കനായി നമ്മൾ തമ്മിൽ തന്നെ സൂക്ഷിക്കുക. അതാവിടെ യാക്കോബ് പറയുന്നത്. ഓ സ്തോത്രം! വളരെ മനോഹരമായൊരു സ്റ്റേറ്റ്മെൻറ്റാണ് യാക്കോബ് പറഞ്ഞ് ആ ലേഖനം നിർത്തുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളാരും ലോകത്താലുള്ള കളങ്കം പറ്റരുത്. ലോകത്തിൻ്റെ അശുദ്ധി നമ്മളിൽ ഭവിക്കരുത്. അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി കാണാൻ ഉത്സാഹിപ്പിക്കും. ഹല്ലേലൂയ! കറ, കളങ്കം, ലോകത്തിൻ്റെ അശുദ്ധി നമ്മളിൽ വരരുത്. രക്ഷാവസ്ത്രത്തിൽ, നീതിയിൽ വസ്ത്രത്തിൽ ആ കറകൾ പടരരുത്. രക്ഷാവസ്ത്രം, നീതി വസ്ത്രം തന്നിരിക്കുകയാണ്. ആ വസ്ത്രത്തിൽ നമ്മൾ ലോകത്തിൻ്റെ കറകളും കളങ്കങ്ങളും പടരരുത്, അത് പിടിക്കരുത്. നാം വിശുദ്ധമായി ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ അവരെണ്ണപ്പെടുന്നില്ല. യാക്കോബിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ പഠനം എന്തുകൊണ്ടും എനിക്ക് അനുഗ്രഹമായി, നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നു. ഈ വേദഭാഗങ്ങൾ കർത്താവിൻ്റെ വേണ്ടി ഒരുങ്ങുവാനും ആത്മീയ വളർച്ചയ്ക്ക്, ആത്മീയ വർധനവിന്, ആത്മീയ നിറവിന്, ദൈവഹിതപ്രകാരമുള്ള ശുദ്ധീകരണത്തിന് മുഖാന്തരമായി ഈ വചനങ്ങൾ ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ.